സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ബുക്ക്, വിമനോപോസ് എന്നാണ് ബുക്കിന്റെ പേര്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ വിമൻസ് ഡേന് ഈ ബുക്ക് ലോഞ്ച് ചെയ്താൽ നന്നായിരിക്കില്ലേ എന്നൊരു തോന്നലുണ്ടായി. അപ്പോ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നതല്ല ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. നമ്മുടെ ലോഞ്ച് നടത്താൻ പോകുന്ന ആളുടെ ഐഡിയ ആണിത്. സോ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുകയും എൻ്റെ ഈ ബുക്കിന് വേണ്ട എല്ലാ പ്രചോദനവും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഡിയർ ഹസ്ബൻഡ് പ്രശാന്ത് നായർ. സോ ദിസ് ഇസ് ഹിസ് ഐഡിയ. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ബുക്ക് ലോഞ്ച് നമുക്ക് വിമൻസ് ഡേന് തന്നെ നടത്തണം എന്നൊക്കെ എന്നെ പറഞ്ഞ് ഇൻസ്പയർ ചെയ്തു. ഈ പ്രോഗ്രാമിന് എന്നെ ഹെൽപ്പ് ചെയ്ത ആതിരയോട് സ്പെഷ്യൽ നന്ദി പറയുന്നു. അതിലുപരി ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടത് DC ബുക്സ് കൊച്ചി കോൺവെന്റ് ജംഗ്ഷൻ സ്റ്റോറിൽ ചെയ്തിട്ടുള്ള ഈ അറേഞ്ച്മെന്റ്സും. ലാസ്റ്റ് മിനിറ്റ് ആണ് എല്ലാം. ബിക്കോസ് ആക്ച്വലി ബുക്ക് ഒരിക്കലും പെൻഗ്വിൻ ബുക്സ് എന്നായാലും പെൻഗ്വിൻ റാൻഡം ഹൗസ് അവരുടെ എല്ലാ നോർമൽ ഷെഡ്യൂൾസിനേക്കാളും ഇരട്ടി വേഗത്തിലാണ് ഈ ബുക്കിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ദിവസത്തിന് വേണ്ടി. ഇതൊരു വിമൻസ് ഡേ സ്പെഷ്യൽ ഞാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് വിമനോപോസ് വരുന്നത്. സോ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഹസ് ഗോൺ ഔട്ട് ഓഫ് ദെയർ വേ ബുക്ക് ഈ ഡേറ്റിൽ ഇറക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട്. ബിക്കോസ് അവർ പറഞ്ഞു ഈ ബുക്കിൽ ഞങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വി ഹാവ് ശ്രീ മധു ഫ്രം പെൻഗ്വിൻ ബുക്സ് ഹിയർ വിത്ത് us. അതുപോലെ തന്നെ DC ബുക്സ് മലയാളം ഇംഗ്ലീഷോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഇറങ്ങണം. ഒരിക്കലും ഒരു ലാഗ് ഉണ്ടാവരുത്. ആദ്യം ഇംഗ്ലീഷ് ഇറങ്ങി പിന്നെ ഒരു വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് മലയാളം ഇറങ്ങുന്നു എന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞ് DC ബുക്സ് വളരെ എന്താ പറയാ, ആക്ച്വലി എല്ലാവരും ശരിക്കും ബ്രേക്ക് നെക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്തിട്ട് ഈ ബുക്ക് വിമനോപോസ് ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ തന്നെ ഇറക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ അറ്റ് DC ബുക്സ്. പ്രത്യേകിച്ച് DC രവി സർ. ഇതിൽ ഹി ഹസ് ടേക്കൺ പേഴ്സണൽ എഫേർട്ട് ടു എവ്രി വൺ, മൈ എൻറ്റയർ ടീം അറ്റ് പെൻഗ്വിൻ റാൻഡം ഹൗസ്. എഡിറ്ററുടെ പേര് റിയ എന്നാണ്, റിയ മുഖർജി. ആൻഡ് പ്രേമാങ്ക ആൻഡ് വിജേഷ് ആൻഡ് മധു, they are all so much a part of the project. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇന്ന് ഒരു ഓത്തർ എന്ന നിലയ്ക്ക് സീരിയസ് ആയിട്ട് ഒരു ഓത്തറായി എന്ന് എനിക്ക് തന്നെ തോന്നിയത്. ആദ്യത്തെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഇപ്പം DC ബുക്സ് ഇന്ന് 12ാമത്തെ എഡിഷൻ കഴിഞ്ഞ് 13th എഡിഷൻ പ്രിന്റിലേക്ക് പോകുന്നു. ഇംഗ്ലീഷിൽ 8th എഡിഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ആക്ച്വലി വളരെ വലിയ നേട്ടങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്ന. ഇപ്പൊ റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്. അത് വലിയൊരു നേട്ടമാണ് ആസ് എ ബുക്ക്, അതിൻ്റെ ബുക്ക് സെയിൽസിൻ്റെ എന്നൊക്കെ. സോ ഐ എം വെരി പ്രൗഡ് ആസ് എ ഓത്തർ. എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് നിങ്ങളെല്ലാവരും തന്നെയാണ്. സോ താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബുക്കിൻ്റെ കവർ ലോഞ്ചാണ് നടക്കുന്നത്. ബുക്ക് പ്രീ ഓർഡറും ഓപ്പൺ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബുക്ക് പ്രീ ഓർഡർ ചെയ്യാം. നിങ്ങളായിരിക്കും ഈ ബുക്ക് ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിക്കാൻ പോകുന്ന റീഡേഴ്സ്. ബിക്കോസ് ബുക്ക് ആക്ച്വലി പ്രിന്റിലേക്ക് പോയി മാർക്കറ്റിലെത്തുന്നത് ജൂണിലായിരിക്കും. സംടൈം ആഫ്റ്റർ ജൂൺ ഓൺലി ഇറ്റ് വിൽ ബി അവൈലബിൾ. ബട്ട് യു വിൽ ബി ദ ഫസ്റ്റ് പീപ്പിൾ ടു ബി പ്ലേസിങ് യുവർ ഓർഡേഴ്സ്. അപ്പോൾ അതാണ് പ്രീ ഓർഡർ. പ്രീ ഓർഡർ ഓപ്പൺ ആവുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സോ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്, പ്രശാന്ത് ഏട്ടൻ വിൽ ലോഞ്ച് ദ ബുക്ക് കവർ. ഹി വിൽ റിലീസ് ദ ബുക്ക് കവർ. ബോത്ത് മലയാളത്തിൽ വേറെ കവറാണ്, ഇംഗ്ലീഷിൽ പെൻഗ്വിൻ റാൻഡം ഹൗസിൻ്റെ കവറാണ്, മലയാളത്തിൽ DC ബുക്സിൻ്റെ കവറാണ്. 2 കവർ ലോഞ്ചസ് ചെയ്യും. ആൻഡ് വി വിൽ ഗിഫ്റ്റ് ദ കവർ ലോഞ്ചസ് ആർ ഡെഡിക്കേറ്റഡ് ടു മൈ മദർ. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. ഹർ നെയിം ഇസ് ടീന. എൻ്റെ അച്ഛനുണ്ട് ഇവിടെ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് കം ആൻഡ് ജോയിൻ us. അപ്പോൾ അച്ഛനും അമ്മയും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഈ ബുക്കിന്റെ കവർ ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പറയണോ അല്ലെങ്കിൽ ഇപ്പോഴേ പറയാം? ഈ ബുക്ക് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം, ഈ ബുക്കിന്റെ പേര് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കുറേ ഇന്റർവ്യൂസിൽ. ബുക്കിന്റെ പേര് വിമനോപോസ് എന്നാണ്. വിമനോപോസ് ഒരു പ്ലേ ഓൺ ദ വേർഡ് മെനോപോസ് ആണ്. ആൾക്കാർ പറയും സ്ത്രീകൾ നേരിടുന്ന കാര്യത്തിന് എന്തിനാണ് മെനോപോസ് എന്ന പേര്, അത് വിമനോപോസ് എന്നായിരിക്കണ്ടേ എന്ന് പറയുന്ന പോലത്തെ തമാശയാണ് ആ ബുക്കിന്റെ പേര്.
പക്ഷെ ആക്ച്വലി ഈ ബുക്ക് സംസാരിക്കുന്നത് മെനോപോസിനെ പറ്റിയല്ല. പെരിമെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾ ഏകദേശം 15-20 വർഷം അവരുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്നൊരു ഘട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏകദേശം 35 ഇയേഴ്സിന് അബവ് മുതൽ ഈ ഫേസ് തുടങ്ങും. പെരിമെനോപോസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ. ഒരുപാട് ശാരീരികം ആയിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും എനർജറ്റിക്കും പേഴ്സണാലിറ്റി ഡിഫറൻസസ് വരുന്ന ഒരു കാലഘട്ടമാണിത്. പലപ്പോഴും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് വരുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവരിൽ വരുന്ന മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുന്നു. അതിനെ അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ തന്നെ, നമ്മൾ സ്ത്രീകൾ തന്നെ നമ്മുടെ ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു. പിന്നെ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് അത് മറിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരുപാട് സംഘർഷങ്ങൾ ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വരുന്നു. എന്നാൽ ആരും ഇത് തമ്മിൽ സംസാരിക്കുന്നില്ല. ബിക്കോസ് ആരും പറയുന്നില്ല ഇത് എല്ലാ സ്ത്രീയും നേരിടാൻ പോകുന്ന ഒരു ഘട്ടമാണ്. ലൈക്ക് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്, അഡോളസൻസ് എന്ന് പറയും, ഒരു കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്നതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം, അഡോളസൻസ്. അതേപോലെ ഒരു സ്ത്രീ നേരിടുന്ന ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഈ ബുക്കിൽ വിമനസെൻസ് എന്നാണ്. ഒരു പേരാണ്, ഞാൻ ആ വാക്ക് ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ ഡിക്ഷണറിയിലില്ല. ഹോപ്പ്ഫുള്ളി ഈ ബുക്ക് ഇറങ്ങിയ ശേഷം പതുക്കെ ഡിക്ഷണറിയിൽ ഇറങ്ങേണ്ട ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് ആ ഒരു കാലഘട്ടത്തിന് നമ്മൾ ആരും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ടീനേജേഴ്സ് ആയി കഴിയുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇവരെല്ലാവരും തർക്കിക്കും, എല്ലാം ഡിഫറെൻ്റ് ആണ്, പേഴ്സണാലിറ്റി ചേഞ്ചസ് വരും, അവരുടെ ശരീരം മാറും, അവരുടെ മാനസിക നിലപാട് മാറും, അവരുടെ കാഴ്ചപ്പാടുകൾ മാറും. ഇതൊക്കെ തന്നെ വീണ്ടും ഒരു സ്ത്രീ ഇത് 2 വട്ടം നേരിടുന്നുണ്ട്. ആദ്യം അഡോളസൻസിൽ, വീണ്ടും 35-നും 55-നും ഇടയ്ക്ക് വീണ്ടും ഒരു അഡോളസൻസ്, സെക്കൻഡ് അഡോളസൻസ്. വി കോൾ ഇറ്റ് വിമനസെൻസ്. ഈ വിമനസെൻസ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ശാരീരികമായിട്ട് മാറുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 35+ ഒരു സ്ത്രീയുടെ ബോഡി മാറി തുടങ്ങും. പക്ഷെ എല്ലാവരും ശ്രമിക്കുന്നത് തിരിച്ച് 25 വയസ്സുകാരിയുടെ ബോഡിയിലേക്ക് എപ്പോഴും എത്തി നിൽക്കണം എന്നുള്ളത് എന്തോ ഒരു ഫിക്സ്ഡ് കാഴ്ചപ്പാടുള്ള പോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ സംഘർഷത്തിലൂടെ പോകുന്നു. 35+, അയ്യോ തിരിച്ച് അതേ വെയിറ്റ് കുറഞ്ഞിരിക്കണം, സ്കിന്നും മാറാൻ പാടില്ല, ഈ ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞൊരു ത്വരയിൽ പിന്നെ സ്ട്രെസ്സിലൂടെയാണ് ജീവിക്കുന്നത്. ശാരീരികമായിട്ടുള്ള അത് ഏറ്റവും ചെറിയ മാറ്റമാണ് ഈ വരുന്ന വെയിറ്റ് ഗെയിനോ ഫിസിക്കൽ ചേഞ്ചസോ. അതല്ലാതെ ഒരു സ്ത്രീയുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നു. ഇത് തന്നെയാണ് ടീനേജിലും നടക്കുന്നത്. ഹോർമോണൽ ചേഞ്ചസ് നടക്കുമ്പോൾ കുട്ടികൾ അഡൾട്ട്സ് ആവുന്നു. അതേപോലെ ഒരു സ്ത്രീയുടെ ബോഡിയിൽ ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ സ്ത്രീയിൽ നിന്നും അവരെന്താവും? ഇതിനൊരു പരിഗണനയും കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോകും. നന്നായിട്ട് പരിഗണിച്ച് അറിഞ്ഞുകൊണ്ട് പോയാൽ ഒരുപാട് മാനസിക സംഘർഷം ഇല്ലാതെ, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടില്ലാതെ, റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാതെ സുഖമായിട്ട് ഒരു സ്ത്രീയിൽ നിന്നും ദേവിയിലേക്ക് മാറാം. യു ക്യാൻ ടേൺ ഇൻ ടു ദ ഗോഡസ് ദറ്റ് യു ആർ മെന്റ് ടു ബി എന്നാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെഡിക്കൽ സൈഡിലുള്ള ഇൻഫർമേഷൻ പരമാവധി ഈ ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലേമാൻസ് ടേംസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡോക്ടേഴ്സിനെ കൊണ്ട് ലെറ്റേഴ്സ് എഴുതിപ്പിച്ചിട്ടുണ്ട്. സോ ആക്ച്വൽ ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി ലെറ്റേഴ്സിലൂടെ വായനക്കാർക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാരാംശം ഈ ബുക്കിൻ്റെ കോണ്ടന്റ് ഇതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരും പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് സ്ത്രീകൾ നേരിടുന്ന മാറ്റങ്ങൾ അവരെ ബാധിക്കുന്നു. പക്ഷെ അവരറിയുന്നില്ല ഇതെങ്ങനെ ഡീൽ ചെയ്യണം, എന്താ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാൽ തന്നെ അവരുടെ ലൈഫിലുള്ള പുരുഷന്മാരെ ബാധിക്കും. സോ ഈ ബുക്കിൻ്റെ സബ് ടൈറ്റിൽ ഇസ് The Midlife Guide for Women and Their Men. So this book will help women and men equally when you want to know about what happens during midlife. So why this book is dedicated to my mother is that എൻ്റെ അമ്മ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ
സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയേ അറിയില്ലായിരുന്നു. പെരിമെനോപോസ് എന്നുള്ള വാക്കേ ഇല്ല നമ്മുടെ ഒന്നും ഡിക്ഷണറിയിൽ. ഈ ജനറേഷൻ, ഇപ്പം എൻ്റെ ജനറേഷനാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിരിക്കുന്നത് ആസ് ഡോക്ടേഴ്സ്. അവർ ഇത് നേരിട്ടപ്പോൾ അങ്ങനെയാണ് ഈ ചർച്ച കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ടുള്ളൂ ഇത് ആക്ച്വൽ മെയിൻ സ്ട്രീം ഡിസ്കഷൻസ് ആയിട്ട്. സോ എനിക്ക് തോന്നി ഞാനിപ്പോൾ 45 ആവുമ്പോൾ അന്ന് എൻ്റെ അമ്മ നേരിട്ട ആ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ തിരിച്ചറിവിലൂടെ എഴുതിയ ബുക്ക് ആണ്. അന്ന് ഞാനൊരു ടീനേജർ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര അൺറീസണബിൾ ആണ്, ഭയങ്കര ടൂ മച്ച് ആണ്, ഇത് എന്തായത് ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട കാര്യം എന്താണ്, നമ്മളെ ഇത്രയും കൺട്രോൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എല്ലാത്തിനും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ആസ് ടീനേജേഴ്സ് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സ്കൂൾസിലും കോളേജസിലും ഇപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ട് എനിക്കറിയാം എല്ലാ കുട്ടികളും ഒരുപോലെ അതെ ഞങ്ങളുടെ അമ്മ ഇപ്പോൾ ടൂ മച്ച് ആണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ടീനേജേഴ്സാണ്, നിങ്ങൾ നേരിടുന്ന അതേ ടീനേജ് ചേഞ്ചസ് തന്നെ നിങ്ങളുടെ അമ്മ വേറൊരു രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചില്ല. സോ ആ തിരിച്ചറിവ് എൻ്റെ അമ്മ എന്തിലൂടെയാണ് അന്ന് കടന്നു പോയതെന്ന് ഇപ്പോൾ ഞാൻ നേരിട്ട് അറിയുമ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക, സഹാനുഭൂതി എന്നല്ല വാക്ക്, ഇപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വെന്റ് ത്രൂ. സോ അതുകൊണ്ടാണ് ഈ ബുക്ക് എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ഇനി ഞാൻ പ്രശാന്ത് ഏട്ടന് 2 വാക്ക് സംസാരിച്ചിട്ട് വേണം റിവീൽ ചെയ്യാൻ, അതോ റിവീൽ ചെയ്തിട്ട് സംസാരിക്കണോ? വിച്ച് വുഡ് യു ലൈക്ക്? ഇന്ന് സാഹിത്യത്തിന്റെ ഈ വേദിയിൽ ആകാശത്തെ കീഴടക്കാൻ തയ്യാറായ ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ നമ്മോടൊപ്പം നിൽക്കുന്നത് തികച്ചും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ആൻഡ് ഹിം ബീയിങ് ദ ഓതേഴ്സ് ലവിംഗ് പാർട്ട്ണർ ഇസ് ജസ്റ്റ് എ ചെറി ഓൺ ടോപ്പ്. ഈ സന്ധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഓണർ ടു ഇൻവൈറ്റ് പ്രശാന്ത് ബാലകൃഷ്ണൻ സർ ടു ദ സ്റ്റേജ് to unveil the cover of this powerful and inspiring book, Womenopause. Which one? The English or the? I think both. First one? First one. ഏതാണ്? ഇവിടെ തുടങ്ങാം. Or just lift it from down? Back in the Okay, ready? സോ അതും റിവീൽ ചെയ്തതിന് ശേഷം ഇത് മലയാളത്തിൻ്റെ കവറാണ്. ഇത് മലയാളത്തിൻ്റെ കവറാണ് DC ബുക്സിൻ്റെ. So I would like to also invite the person and the 2 people that I dedicate this to. Please come. എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അമ്മ ടീന and my father Mr. Mohan Kumar. ഇവർ 2 പേരുമാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ, ഇതിന് ഏറ്റവും വലിയ മോട്ടിവേഷനും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ടു മോർ ഡീറ്റെയിൽസ്. വളരെ എനിക്കൊരു ഫാമിലി ഇവൻറ്റ് പോലെ ആയതുകൊണ്ടാണ് ഞാൻ വളരെ ഫോർമലായിട്ട് സംസാരിക്കാത്തത്. സോ താങ്ക് യു ആൻഡ് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇൻസ്പയർഡ് യു ടു റൈറ്റ് സച്ച് എ ബുക്ക്. Thank you, Lena. It makes me very proud. I have no words. Okay. Okay. Jai Hind to everybody. First of all, വളരെ നന്ദി. ഞായറാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾ ഒഴിവുള്ള ദിവസം നിങ്ങൾ വന്നു പറഞ്ഞാൽ അതിന് വലിയൊരു കാര്യമാണ്. അത് MG റോഡിൽ ഇൻ ദ സെൻറ്റർ ഔട്ട് ഹിയർ. Thank you very much for honoring my wife with your presence. I'm saying it from the heart. ഇത്ര പേര് ഇങ്ങനെ കാണുമ്പോൾ, that too from Kerala, the media and all, we feel very nice. Thank you. And any book, any media, anything, അതിൻ്റെ success is you, the audience. But the audience can only know through the medium of the media. And that's why I always say it everywhere. You all are actual supermen and women out here to come here and cover it and make sure the other audience sitting far away can get what is out here. In this age of digital media, or a book എടുത്ത് വായിക്കണം പറഞ്ഞാൽ അതിന് വലിയൊരു കാര്യമാണ്.
അപ്പോൾ ഒരു ബുക്ക് ലോഞ്ച് ഹാർഡ് കോപ്പി ലോഞ്ചിന് ഇത്ര പേര് വരുന്നു. ദ അതർ ഡേ നമ്മൾ ഡിജിറ്റൽ മീഡിയ ഏതോ ഇവന്റിന് പോയി. So we can understand digital media means that's a new media which you all are holding in your hand, which is the right media for this age. Our media age to have a hard copy book and to be in such numbers, I think only Kerala can give this gift back to our country, that please take your hard copy books and read it. And we are also in the digital space, but we will be also in the actual space, physical space. So first of all, thank you for that. DC books and the compare, you said very well, thank you. That makes a big difference. Nannai samsarichu, the way she spoke and all. All these things just remember, Nannai practice idu and she has spoken it from the heart. So you must give credit for that. And the entire DC book people who have organized this, and Penguin, Madhu and DC Ravi sir, thank you for organizing it. None of this is possible if all the supporting team don't come together. We all say in fighter aircraft flying them, or whether we're sending a human being to space, we are only 1/10 of the iceberg outside. Iceberg are float 1/10 matra nikku porthu kandu, baki 9/10 is below. It's like a building also. The higher the skyscraper, the deeper the foundations have to go. The book which you see is 1/10 and Lena's name is there on it. But definitely the contribution of each and everyone is here, because the very fact that she got the material form is by living the hard life of what experience can give you in her film field, in her professional and personal life. And that has been because she has interacted with all kinds of people. She told before that only that this is a book also for men. And I will tell you, കാര്യമായിട്ട് പറയുന്നു, because നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, പെൺകുട്ടികളുണ്ടാവും, then ഭാര്യമാരുണ്ട്, and then അമ്മായിമാരുണ്ട്. So അമ്മായിയമ്മയും is part of your life only. You got so many women in your life. You got nieces, you got cousins, many of them who are women. And if you do not take care of the women, or outside, or with your friends who are women, and we don't understand what they're going through, definitely the interaction will not be nice. And then what will happen is that entire human experience is interaction. Whether it is in ISRO or Indian Air Force or in any media stream or anywhere in life, it is interaction. And we always interact with the people of the other sex, that is men with female and female with men. And our area, if we cannot understand each other through unspoken words, because we don't know how to ask them, then we are missing half the conversation. So first of all, I would say the main intent of this book is to start the conversation. That is namki nobody samsarikya. There is nothing wrong. We should know that, because all those taboo topics on samsarikya, especially that women go through a 28-day cycle. They got separate hormones. That is a right. That's a scientific way of discussing things, And we are a scientific society. So I would say Lena is not chosen by chance. She's chosen by destiny to be born in this great land of Kerala, where there's a great intellectual community, great intellectual media to spread this message, so that we can have the right conversation on this very important topic. So thank you, Lena, for gifting this to everybody, and thank you everyone for allowing her the space to come and give this to you. Thank you. Nandi namaskaram. Thank you പ്രശാന്തേട്ടാ, ഈ ബുക്ക് കവർ ലോഞ്ച് ചെയ്തതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ കുറച്ചുകൂടെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും തോന്നുന്നു, കവർ ഇപ്പോൾ കണ്ടതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും.